ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് വ്യക്തമാകും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 204 പേരായിരുന്നു മത്സര രംഗത്ത് ഉള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ ചിഹ്നം ഏതായിരിക്കും എന്ന് ഇന്ന് അറിയാൻ സാധിക്കും. ഓട്ടോറിക്ഷ പരിഗണിക്കണം എന്ന് ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 88 മണ്ഡലങ്ങളിൽ ആണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണും കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തും ആണ് ആരംഭിക്കുന്നത്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഇന്നത്തോടെ മത്സര ചിത്രം, അതായത് സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാവുകയാണ്. എത്ര പേർ മത്സര രംഗത്തുണ്ടാകും എന്ന് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കുമല്ലോ. എത്ര മണി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം? അഭിലാഷ്, ഇന്ന് വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം. അതായത് 6 മണിക്കൂർ. ഈ 6 മണിക്കൂറുകൾക്കുള്ളിൽ അപരന്മാരുടെ അതുപോലെ വിമതന്മാരുടെ ഒക്കെ പത്രിക പിൻവലിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാകും മുന്നണി സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണത്തിൽ നേതൃത്വം നൽകുന്നവരും. പലയിടത്തും അപരന്മാർ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്, വിമതന്മാരുടെ ഭീഷണിയുണ്ട്. ഈ വളരെ ശക്തമായ ത്രികോണപ്പോരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ അപരന്മാരും വിമതന്മാരും ഉണ്ടാക്കാൻ പോകുന്ന ശല്യം വളരെ വലുതായിരിക്കും. അവർ മുന്നണി സ്ഥാനാർത്ഥികൾക്ക്, വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾക്കുണ്ടാകുന്ന തടസ്സം വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാകും പ്രധാനമായും ഈ അവസാന മണിക്കൂറുകളിൽ മുന്നണി നേതൃത്വങ്ങൾ നടത്തുക. അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ചിലയിടത്ത് ഒരേ പേരുള്ള ആളുകൾ അപരന്മാരായി നിൽക്കുന്നു, ചിലയിടത്ത് വിമതന്മാരുണ്ട്. തിരുവനന്തപുരത്ത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി തന്നെ ശശി തരൂരിന് ഭീഷണിയുമായി കോൺഗ്രസ് വോട്ടുകൾ പിടിച്ചുമാറ്റം കുറച്ചെങ്കിലും മാറ്റുപോയെന്ന ആശങ്ക നേതൃത്വം. അങ്ങനെ ആ സ്ഥാനാർത്ഥി പിൻവലിപ്പിക്കാൻ ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 86 പേരുടെ പത്രിക തള്ളിയിരുന്നു. 204 സ്ഥാനാർത്ഥികളാണ് നിലവിൽ സംസ്ഥാനത്ത് ഉള്ളത്. അതിൽ നിന്ന് തന്നെ 290 പത്രികകൾ, അതിൽ ഡമ്മി പത്രികയും ഒരേ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പിൻവലിക്കും. അങ്ങനെ ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഈ സമയപരിധി അവസാനിക്കും. 5 മണിയോടുകൂടി ഏകദേശം എത്ര സ്ഥാനാർത്ഥികൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടാകും, അത് ആരൊക്കെ എന്ന് കൃത്യമായ വിവരം, അതായത് സ്ഥാനാർത്ഥികളുടെ വ്യക്തമായ ചിത്രം ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തുവരും. അഭിലാഷ്, അതാണ് ഇന്ന് 3 മണിയോടുകൂടി ആണ് ഈ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് സംബന്ധിച്ച അന്തിമ ചിത്രം പുറത്തുവരാൻ പോകുന്നത്. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ വിമതർ ഉണ്ട്, അപരന്മാർ ഉണ്ട്. അവരെ കഴിയുന്നത്ര പിൻവലിക്കുവാനുള്ള നീക്കങ്ങൾ എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നു. LDF, UDF, NDA ഇങ്ങനെ പ്രമുഖമായ 3 മുന്നണികൾ, 2020യുടെ സ്ഥാനാർത്ഥികളുണ്ട്. ഇതെല്ലാം ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ ഏതാണ്ട് ശരാശരി 10 സ്ഥാനാർത്ഥികൾ വെച്ചെങ്കിലും ഒരു മണ്ഡലത്തിലുള്ള അവസ്ഥയാണ്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തേക്ക് വരുമ്പോൾ അവിടെ ഈ സ്ഥാനാർത്ഥി ചിത്രം എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിലെ ചിഹ്നം എന്ത് എന്നതിൽ വ്യക്തതയില്ല. അപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെയൊക്കെ ചുവരെഴുത്ത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ്, പ്രചാരണം ആരംഭിച്ചതാണ്. പക്ഷേ ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് വോട്ടർമാരോട് പറയാൻ ഫ്രാൻസിസ് ജോർജിന് സാധിക്കുന്നില്ല, UDFന് സാധിക്കുന്നില്ല. അതിനാണ് ഇന്നൊരു തീരുമാനം ഉണ്ടാവുക. ഓട്ടോറിക്ഷ തന്നെ ചിഹ്നമായി ലഭിക്കുമെന്നാണോ പ്രതീക്ഷ? തീർച്ചയായും അവരുടെ ആഗ്രഹം അങ്ങനെയാണ്. പക്ഷേ ഓട്ടോറിക്ഷ ചില സ്വതന്ത്രരും ആവശ്യപ്പെട്ടിട്ടുള്ളതായി വിവരമുണ്ടായിരുന്നു. പക്ഷേ അവരുമായി UDF സംസാരിച്ച് അവരുടെ ആവശ്യം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് UDF ക്യാമ്പ് ആത്മവിശ്വാസം പറയുന്നത്. ഓട്ടോറിക്ഷ ആണ് അവരുടെ പ്രധാന പരിഗണന. രണ്ടാമത് ഗ്യാസ് സിലിണ്ടർ, മൂന്നാമത് തെങ്ങിൻ തോപ്പ്. ഈ 3 എണ്ണമാണ് അവർ പരിഗണിക്കുന്നത്. ട്രാക്ടറായിരുന്നു അവരുടെ പ്രധാന പരിഗണനയിലുണ്ട ഒരു ചിഹ്നം. പക്ഷേ ഡൽഹി കർഷക സമരവുമായി ഒക്കെ ബന്ധപ്പെട്ട് ട്രാക്ടർ ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് റദ്ദാക്കിയിരിക്കുകയാണ്. നിലവിൽ അത് റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓട്ടോറിക്ഷയെ സംബന്ധിച്ച് ഒരു മണ്ഡലത്തിൽ ഓട്ടോറിക്ഷ പരിചിതമാണ്. അതായത് പിറവം മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബ് ജയിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ്. അതുകൊണ്ട് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പരിചിതമായ ചിഹ്നമാണ് UDFന് ഓട്ടോറിക്ഷ എന്ന നിലയിൽ. ഇവിടെ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് ഫലത്തിൽ. കാരണം 2 എന്ന പരമ്പരാഗത ചിഹ്നം അപ്പുറത്തെ തോമസ് ചാഴിക്കാടൻ ലഭിക്കുന്നു. ഇപ്പുറത്തെ ചിഹ്നമില്ലാതെയാണ് കഴിഞ്ഞ ഇത്രയും നാൾ അവർ പ്രചരണം നടത്തിയിരുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസാന
10 ദിവസത്തോളം പരമാവധി ചിഹ്നം കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിനാണ് ഇനി UDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പലയിടത്തും ഫ്രാൻസിസ് ജോർജിന്റെ ഈ ഫോട്ടോയ്ക്കും പോസ്റ്ററിനും മുകളിൽ പലയിടത്തും 2 ചിഹ്നം ഒട്ടിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നൊക്കെയുള്ള ആരോപണം UDF ക്യാമ്പ് നേരത്തെ ഉയർത്തിയതാണ്. എന്തായാലും ഇന്ന് ചിഹ്നം വരുന്നതോടെ ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും വൈകുന്നേരം 3 മണിക്ക് ശേഷം ഇത് സംബന്ധിച്ച ഒരു ചിഹ്നം ഏത് എന്നത് സംബന്ധിച്ച് ഒരു അന്തിമമായ വ്യക്തത കൈവരും. അഭിലാഷ്, തീർച്ചയായും കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നിരവധിയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഒന്ന്, സംസ്ഥാനത്ത് എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ? 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു ചിത്രം വരുന്നു എന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ വാർത്ത എടുത്തു നൽകിയത്. അതോടൊപ്പം കോട്ടയത്തെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് ജോർജിന്റെ ചിഹ്നം എന്ത് എന്നതിൽ വ്യക്തത കുറവുണ്ട്. മാത്രവുമല്ല, അവിടെ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഇടമാണ്. അവിടെ 2 ആണ് അവരുടെ പരമ്പരാഗത ചിഹ്നം എന്നതും അറിയാം. പക്ഷേ അത് ഇത്തവണ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ ചിഹ്നമാണ്. UDFന്റെ ചിഹ്നം എന്ത് എന്നുള്ളത് നമുക്ക് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷം അറിയാൻ